ഹായ് ഹലോ ഇന്ന് കുട്ടികളുടെ മദ്രസയിൽ നബിദിനത്തിനോട് പ്രമാണിച്ച് കലാപരിപാടികളുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്. റൈഹുന് വന്നിട്ട് ഒന്ന് രണ്ട് ഇതേ ഉള്ളൂ, അവൾക്ക് 3-4 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മ ബാക്കിലാണ്, ഫ്രണ്ടിൽ ഐഷു ഇരിപ്പുണ്ട് ചെസ് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടായിട്ട്. റൈഹു കുഞ്ഞു ക്ലാസ്സിലായിട്ട് അവൾക്ക് ചെസ് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ തുടങ്ങി ദുവയും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഖുർആൻ പാരായണമായിരുന്നു കേട്ടോ ഫസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും പ്രാക്ടീസേ തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ പ്രോഗ്രാമിനും പ്രാക്ടീസ് കുറവായിരുന്നു. എക്സാമിൻ്റെ സമയമായതിനെ കുറവായിരുന്നു കേട്ടോ. എന്നാലും ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും. പിന്നെ ഈ ബാക്കിൽ ഫുഡ് ഉണ്ടാക്കണുണ്ടേ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ പുക വന്ന് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് റൈഹുവിൻ്റെ ഐലൈനറൊക്കെ പോയി, അവൾ ഉമ്മച്ചി ഐലൈനറൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞു കമ്മെന്നൊക്കെ കിടന്നാണ്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്ക് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഐഷുൻ്റെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടുണ്ടല്ലോ അതിൻ്റെ അറബിക് സോങ്, അങ്ങനെ 2-3 ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു. റൈഹു പേപ്പറൊക്കെ നോക്കുന്നുണ്ട്, അവളുടെ പ്രോഗ്രാമാണ് അടുത്തത്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവളുടെ പരിപാടിയായി. അങ്ങനെ അവളുടെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഷുവിന് വന്നിട്ട് ഒറ്റയ്ക്കുള്ള ഒരു പാട്ടും റൈഹുവിനും അതുപോലെ ഒറ്റയ്ക്കുള്ള മാപ്പിളപ്പാട്ട് മീൻസ് അറബി സോങ് അങ്ങനെ ഉണ്ടായിരുന്നു. മലയാളം മാപ്പിളപ്പാട്ടും ഉണ്ടായിരുന്നേ. അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സംഭാഷണം, ഐഷുവിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടൊരു സംഭാഷണം ഉണ്ടായിരുന്നേ. ഈ മദ്രസയിൽ പോകണം എന്നുള്ള ഇത് ഇതാണ് സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉച്ചത്തെ സമയമായി നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും കഴിച്ചിട്ടുണ്ടായിരുന്ന പള്ളിയിലെ ചോറെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. അത് എന്താണെന്ന് അറിയില്ല, ഒരു സ്നേഹം കൊണ്ട് വിളമ്പണോണ്ടായിരിക്കും, എല്ലാവരും അങ്ങനെയാണ്. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിഞ്ഞ് റൈഹുവിനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഐഷിൻ്റെ സ്പീച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓടിയാ വന്നത്, ശബ്ദം കേട്ടപ്പം പെട്ടെന്ന് ഓടി വന്ന് ചെസ് നമ്പറൊക്കെ കേട്ടപ്പോഴേ അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സ്പീച്ചായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. വൈകിട്ട് സമയമായപ്പോൾ നമുക്ക് ചായയും ബിസ്ക്കറ്റാണ് കിട്ടിയത്. അങ്ങനെ സമയാസമയം അവർ ഫുഡും വെള്ളമൊക്കെ നമുക്ക് തരണുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കിസ് പ്രോഗ്രാമും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് 3 ഫസ്റ്റും 1 സെക്കൻഡും കിട്ടി. പ്രൈസ് ഉണ്ടാ? പറ ഇനിയിപ്പോ എന്റെ അടുത്ത പ്രാവശ്യം അവിടെ നിൽക്കുക ഒന്ന് വാങ്ങിക്കും അല്ലേടാ? എനിക്ക് 3 ഫസ്റ്റ്. സാരമില്ല, അടുത്ത പ്രാവശ്യം വാങ്ങിക്കണേ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ കുഞ്ഞിൻ്റെയും വാപ്പാടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. അങ്ങനെ നമുക്ക് കേക്ക് കിട്ടി, നമ്മൾ കേക്കൊക്കെ കഴിച്ച്. റൈഹു വന്നപ്പോഴേ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ.